എല്ലാവർക്കും പഠിക്കാനും പാരായണം ചെയ്യാനും പറ്റിയ ഖത്മുൽ ഖുർആൻ്റെ 98ാമത്തെ ക്ലാസ്. സൂറത്തു തൗബയുടെ 125ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَأَمَّا الَّذِينَ فِي قُلُوبِهِم مَّرَضٌ فَزَادَتْهُمْ رِجْسًا إِلَى رِجْسِهِمْ وَمَاتُوا وَهُمْ كَافِرُونَ. തുടക്കം ശ്രദ്ധിക്കുക. ശദ്ദുള്ള മീമുണ്ട്, ഒന്ന് മണിക്കുക. ശദ്ദുള്ള മീമ് നൂന് മണിക്കണം. وَأَمَّا الَّذِينَ فِي قُلُوبِهِم مَّرَضٌ فَزَادَتْهُمْ. രണ്ടാമത്തെ സ്ഥലത്ത് ഫീ ഖുലൂബിഹിം അവിടെയും ശദ്ദുള്ള മീമുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിന് കൊടുത്തപ്പോൾ ശദ്ദുള്ള മീമായിട്ട് മാറി അല്ലേ. ഒന്നും കൂട്ടിയാൽ എന്തായും ഡബിളാവില്ല. ഡബിളാകുന്നതാണ് ഷദ്. ഷദ് എന്ന് പറഞ്ഞാൽ ഡബിളാക്കുക. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദതുഹും. ഇവിടെ മീമിൻ്റെ പ്രത്യേകത ഇപ്പോൾ ബ് പ്ലസ് ബ എന്നാണെങ്കിൽ ബ എന്നാക്കിയാൽ മതി. ല് പ്ലസ് ല അല്ല എന്നൊക്കെ പറയല്ലോ. എന്നാൽ മീമിൻ്റെത് അങ്ങനെയല്ല. മ് പ്ലസ് മ എന്ന് പറഞ്ഞാൽ പോരാ, മണിക്കും ചെയ്യണം. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദതുഹും റിജ്സൻ ഇലാ റിജ്സിഹിം വമാതു വഹും കാഫിറൂൻ. അവലാ യറൗന അന്നഹും ശദ്ദുള്ള നൂന് ഓതുമ്പോൾ ഇത് ഇങ്ങനെ ഓതി നോക്കണം. നമ്മൾ കൂടെ ഇങ്ങനെ കേട്ടിട്ട് പിന്നെ ഓതാനല്ല. അതൊക്കെ നമ്മൾ ചെയ്യുന്ന അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓതി നോക്കുക. നമ്മളങ്ങനെ തന്നെയാണോ, മണിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറ ഫീ കുല്ലി ആമിൻ വരണം. ഫീ കുല്ലി ആമിൻ മറതൻ ഔ മറതൈൻ. ഇവിടെ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു, നൂനിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പ് യാഇന് സുക്കൂനാണ്, ഇതിന് മുമ്പ് ഫത്ഹാണ്. ഇങ്ങനെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ആവുകയും തൊട്ട് മുമ്പുള്ള യാഇന് സുക്കൂന് അവിടെ അസിലിയായിട്ട് അവിടെ ചിഹ്നം കൊടുക്കുകയും തൊട്ട് മുമ്പുള്ള ഫത്ഹ ആവുകയും ചെയ്യുമ്പോൾ അവിടെ മദ് ലീന് വരും. മറതൈൻ യുഫ്തനൂൻ. അവിടെ എന്താണ് മദ് ആരിള വരുന്നത്. കാരണം നൂനിന് സുക്കൂൻ തൊട്ട് മുമ്പ് യാഇന് സുക്കൂനല്ല. യാഇന് സുക്കൂൻ ആകുമ്പോഴേ മദ് ലീന് വരുള്ളൂ. ഇവിടെ മുമ്പുള്ളത് നീട്ടാനുള്ളത് അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരത്തിൽ മദ് ആരെന്ന് പറയും. ഈ രണ്ട് ലീന് മദ്ദുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മദ് ലീൻ എന്ന് പറഞ്ഞാൽ മദ് ആരിന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും വരും. നമ്മൾ നിർത്തുന്ന മിക്ക സ്ഥലങ്ങളിലും വരും. യുഫ്തനൂൻ അവിടെ അവസാനത്തിന് സുക്കൂന്, തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം അരിഫ്, യാ, വാവ് ഏതുമായാലും മദ് ആരിള വരിക. പുതിയ ഒരു മദ് ഉണ്ടാവുകയാണ്. നിർത്തുമ്പോഴേ മദ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ യുഫ്തനൂന ഫീ കുല്ലി ആം. ഇപ്പം ആം എന്നുള്ളിടത്ത് നിർത്തിയപ്പോൾ എന്ത് ചെയ്തു, മീമിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം, മീമിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാ, നീട്ടാനുള്ള അരിഫാണ്. അപ്പോൾ അവിടെ മദ് ആരിൽ വന്നു. ഫീ കുല്ലി ആമിൻ മറ. അവിടെ എന്ത് ചെയ്തു, സുക്കൂണുള്ള ഹ ആയിട്ട് മാറി. തൊട്ട് മുമ്പുള്ള ഒന്നുമില്ല. പിന്നെ ഫീ കുല്ലി മറ. അപ്പം എന്താ ചെയ്ത്, ഫീ കുല്ലി മറ. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അവിടെ എന്ത് ചെയ്തു, ഹാത്തായിനെ സുക്കൂണുള്ള ഹ ആക്കി മാറ്റിയെന്ന് മാത്രം. ഔ മറതൈൻ. ഇവിടെ നൂനിന് സുക്കൂന് അല്ല, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന്, തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷര യാ ഒന്നുമില്ല. അപ്പോൾ എന്താണ് അവിടെ പിന്നെ ഇവിടെ എന്താണ് നീട്ടാനുള്ള യാ ഉണ്ട്. മറതൈൻ അല്ലേ, നീട്ടാനുള്ള യാ ഉണ്ട്. നീട്ടാനുള്ള യാ എന്ന് പറഞ്ഞാൽ മദ് ലീനിൻ്റെ യാ. ഇവിടെ നീട്ടാനുള്ള യാ അല്ല,
സുക്കൂണിൽ യാ വന്നു, തൊട്ട് മുമ്പ് ഫത്ത് വന്നാൽ അവിടെ ഒരു പുതിയ മദ് ഉണ്ടാവുകയാണ്. മദ് ലീന് എന്ന് പറയും. അത് യാ ആകണം. തൊട്ട് മുമ്പുള്ള അക്ഷരം സുക്കൂനുള്ള യാ ആകണം. സുക്കൂനുള്ള വാവ അലിഫോ എന്നായ പോരാ, സുക്കൂനുള്ള യാ ആകണം. അതിന് മുമ്പ് ഫത്തും ആകണം. തെയ്യൻ തെയ്യൻ. അപ്പോൾ കണ്ടില്ലേ, ഔ മർറത്തൈൻ മദ് ലീന്. ثم لا يتوبون ولا هم يذكرون. ثم لا يتوبون ولا هم يذكرون. നൂന് സുക്കൂന് തൊട്ട് മുമ്പ് എന്ത് ചെയ്തു? വാവാണ്, നീട്ടാനുള്ള അക്ഷരമാണ്. മദ് ആരിദ് വരുന്നു. أولا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون. وإذا ما أنزلت سورة نظر بعضهم إلى بعض. وإذا ما أنزلت مدد സൂറത്തുൻ നളറ. സൂറത്തുൻ നളറ അവിടെ ശബ്ദമുള്ള നൂന് മണിക്കണം. എന്താ അവിടെയൊക്കെ ശബ്ദമുള്ള നൂന് വരാൻ കാരണം തൻവീൻ്റെ ശേഷം നൂന് വന്നു. അപ്പം എന്ത് ചെയ്യണം? ഇദ്ഗാമും ബിഗുന്നയാണ്. സൂറത്തുൻ നളറ ബഅ്ദുഹും ഇലാ ബഅ്ദ് ഹൽ യറാകും മിൻ അഹദിൻ സുമ്മ ഇൻസറഫൂ. ശബ്ദമുള്ള മീമ് രണ്ട് സ്ഥലത്തുന്നു. മിൻ ലെ യറാക്കും മിൻ അഹദിൻ. മിൻ അഹദ് നിർത്തിയപ്പം അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്തു. തൊട്ടൊമ്പ് നീട്ടാനൊന്നുമില്ല. മിൻ ലെ യറാക്കും മിൻ അഹദ്. അഹ ഹ ഹ ഹ എന്നാകാൻ പാടില്ല. അഹദ് എന്നല്ല, അഹദ്. അല്ലേ, അഹദ് എന്നുള്ള പേരുള്ള ആളുകളൊക്കെ ഉണ്ടോ? അഹദ് അഹദ് എന്ന് പറയുന്നത് അഹദ്. റഹീം പേരെന്താണ്? റഹീം. റഹ്മാൻ. റഹ്മാൻ അല്ല, റഹീമും അല്ല, റഹ്മാൻ റഹീം. അപ്പോൾ അർത്ഥം ക്ലിയർ ആവുള്ളൂ. هل يراكم من أحد ثم انصرفوا صرف الله قلوبهم بأنهم قوم لا يفقهون. وإذا ما أنزلت سورة نظر بعضهم إلى بعض هل يراكم من أحد ثم انصرفوا صرف الله قلوبهم بأنهم قوم لا يفقهون. നൂറ്റി 28 നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ്. لقد جاءكم رسول من أنفسكم عزيز عليه. ഇവിടെ നിർത്തിയപ്പോൾ എന്താ ചെയ്തു? ഹാഇന് സുക്കൂന് വന്നു. തൊട്ട് മുമ്പ് യാഇന് സുക്കൂനാണ് നേരത്തെ പറഞ്ഞതുപോലെ. അതിന് തൊട്ട് മുമ്പ് ലാമാണ്, ലാമിന് ഫത്ഹാണ്. ലൈ മദ് ലീന് വന്നു. മദ് ലീന് വരണമെങ്കിൽ തൊട്ട് മുമ്പുള്ള അക്ഷരം യാഇന് സുക്കൂൻ, അതിന് മുമ്പ് ഫത്ത് ആവുകയും അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ആവുകയും ചെയ്യണം. അപ്പോൾ അസീസുൻ അലൈഹി അവിടെ നിർത്തുന്നില്ല എങ്കിൽ അസീസുൻ അലൈഹി മാ അനിത്തും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മാ അനിത്തും ഹരീസുൻ അലൈക്കും. നൂനിൻ്റെ തൻവീൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഹരീസുൻ തൻവീൻ വന്നു, ശേഷമുള്ളത് ഐനാണ്. ഇല്ലാത്ത അക്ഷരമാണ്. ഹംസ ഹ ഖ ഐന് ഗൈന്.
ഇവിടെ ഐന് വന്നത് കൊണ്ട് ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മീമിൻ്റെ ശേഷം ബാ വന്നു, ഇഖ്ഫാ ചെയ്യണം. മീമിൻ്റെ 3 നിയമങ്ങളാണ്. സുക്കൂണുള്ള മീമിൻ്റെ ശേഷം മീം വന്നാൽ ഒരു മീമാക്കി ഉച്ചരിച്ചുകൊണ്ട് മണിക്കുകയും ചെയ്യാം. കൂട്ടി യോജിപ്പിക്കുക, 2 മീമിനും കൂടി ഒന്നാക്കി എന്നിട്ട് മണിക്കുക. അതിനാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയാം. ഇദ്ഗാമും പിന്നെ ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മീമിൻ്റെ ശേഷം ബാ വന്നാൽ മാത്രമേ ഇഖ്ഫാ വരുള്ളൂ, മറച്ച് മണിക്കുക. എങ്ങനെ? അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ബാക്കി മീമിൻ്റെ ശേഷം മീമും ബാവുമല്ലാത്ത ബാക്കി ഏത് വന്നാലും ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو. فإن تولوا فقل حسبي الله لا إله إلا هو. ഹുവ എന്നാണ് അവിടെ നിർത്തുമ്പോൾ. എങ്ങനെ നിർത്തുക? ഹു അല്ലേ? അവിടെ വാവിന് സുക്കൂൺ കൊടുത്താൽ പിന്നെന്തായി? അവിടെ നീട്ടാനുള്ള വാവായിട്ട് മാറി. لا إله إلا هو عليه തവക്കൽതു എന്നുള്ളത് നിർത്തുമ്പം തായിന് സുക്കൂനായിട്ട് മാറും അല്ലേ? തൊട്ട് മുമ്പ് നീട്ടാനൊന്നുമില്ല. അപ്പം പിന്നെന്ത് ചെയ്യാൻ? തവക്കൽത്ത്. لا إله إلا هو عليه توكلت وهو رب العرش العظيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഓതിയിട്ട് ദുആ ചെയ്യാം. أعوذ بالله من الشيطان الرجيم. وأما الذين في قلوبهم مرض فزادتهم رجسا إلى رجسهم وماتوا وهم كافرون. أولا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون. وإذا ما أنزلت سورة نظر بعضهم إلى بعض هل يراكم من أحد ثم انصرفوا صرف الله قلوبهم بأنهم قوم لا يفقهون. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم.
അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലിസിയ എന്ന് പറയുന്ന സഹോദരി, ആ സഹോദരിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉസ്താദ് ഹാർട്ടിന് ഓപ്പറേഷനായി വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നടക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർബന്ധമാണെങ്കിൽ നല്ല റാഹത്തായിട്ട്, വേറെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല റാഹത്തായിട്ട് അത് കഴിയാനും പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തആല ആ ഉസ്താദിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് എല്ലാം കൊണ്ടും സന്തോഷം സമാധാനം അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു തആല കാത്ത് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സെറീന ആലപ്പുഴ എന്ന് പറയുന്ന സഹോദരി, ആ സഹോദരിയുടെ മകളുടെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതൊന്ന് പാസ്സായി കിട്ടി നല്ല റാഹത്തുള്ള ജോലി കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ, നല്ല ഖൈറായ ജോലി ഇനി പ്രദാനം ചെയ്യുന്ന റഹ്മാനെ, നടക്കാൻ പോകുന്ന ഇൻ്റർവ്യൂ നല്ല റാഹത്തായിട്ട് പാസ്സാകാൻ, നല്ല റാഹത്തുള്ള റിസൾട്ട് കേൾക്കാനുള്ള തൗഫീഖ് റഹ്മാനെ റബ്ബെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, നല്ല റിസൾട്ട് കേൾക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. അതുപോലെ തന്നെ ജോലിയില്ലാതെ പലരും വിഷമിക്കുന്നവരുണ്ട്. റഹ്മാനെ റബ്ബെ, എല്ലാവർക്കും ഖൈറായ ജോലികൾ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഐശത്തിൻ്റെ കാര്യത്തിൽ പ്രയാസമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നല്ല റാഹത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ റഹ്മാനെ റബ്ബെ തൗഫീഖ് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. സാമ്പത്തികമായ ഞെരുക്കങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ നീ കാക്കണം റഹ്മാനെ. കച്ചവടങ്ങളിൽ, മറ്റുള്ള ജോലികളിൽ സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവർ റഹ്മാനെ റബ്ബെ ഞങ്ങളിൽ പലരുമുണ്ട് റഹ്മാനെ റബ്ബെ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സാഹചര്യം ഒക്കെ ആയതുകൊണ്ട് പലർക്കും ജോലി നഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നവരുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റാത്ത പ്രയാസപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കച്ചവടങ്ങൾ, ഹോട്ടൽ പോലത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ റബ്ബ്. അവർക്കൊക്കെ നീ ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഖൈറായ കച്ചവടം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടുകളൊക്കെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നിലവിലുള്ളത് ഖൈറാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അതൊക്കെ അത് തുറന്ന് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. സാമ്പത്തികമായ പ്രയാസങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബ്, ഒരാളെ മുമ്പിൽ കൈനീട്ടേണ്ടുന്ന ഒരവസ്ഥ നീ വരുത്തല്ല റഹ്മാനെ. പലരും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി തൽക്കാലം നിർത്തിവെച്ചവരൊക്കെ ഉണ്ട് റഹ്മാനെ റബ്ബെ. അത്തരം അവസ്ഥകളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. കാരണം പല ഉള്ളത് ഒപ്പിച്ചുകൊണ്ട് പല നിലക്കും നല്ല എന്തെങ്കിലും ഒരു നേട്ടം ലഭിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ജോലി, കാരണം കുടുംബത്തെ പോറ്റണമെന്ന ഉദ്ദേശത്തോടു കൂടെ നല്ല റാഹത്തായിട്ട് നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടെ പലരും തുടങ്ങിയതാണ് റഹ്മാനെ റബ്ബെ. അവർക്കൊക്കെ നീ ഖൈറായത് നൽകണേ റഹ്മാനെ. ഖൈറായത് നൽകണേ റഹ്മാനെ. ഒരു പ്രയാസത്തിലും ഒരു ബുദ്ധിമുട്ടിലും ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല റഹ്മാനെ. റഹ്മാനെ റബ്ബെ, വന്ന എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി സന്തോഷത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, റാഹത്തോടെ, സന്തോഷത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. നീ തൗഫീഖ് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. പലരും കടമുള്ളവരുണ്ട്, വീട് പണി ഉദ്ദേശിച്ചവരുണ്ട്. പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. കടങ്ങളൊക്കെ പൂർത്തിയാക്കാൻ, അത് വീട്ടിൽ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഒരു പ്രയാസവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ റഹ്മാനെ റബ്ബെ ഖൈറായത് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടത് ഖൈറായത് കൂടുതലൊന്നും ഇല്ലെങ്കിലും ഉള്ളതിൽ ബറക്കത്ത് നൽകി, വർദ്ധനവ് നൽകി റഹ്മാനെ റബ്ബെ ഞങ്ങളെ നീ നിലനിർത്തണ റഹ്മാനെ. ഞങ്ങൾക്ക് നീ നിലനിർത്തണ റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളെ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൗത്തായവർ, മരണപ്പെട്ടവർ റഹ്മാനെ റബ്ബെ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരെ ഖബറാനന്തര ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റഹ്മാൻ. ഇങ്ങനെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. പല രോഗങ്ങൾ പറഞ്ഞുകൊണ്ട്, കുടുംബപരമായ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ പല നിലക്കും, അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, മക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, ഇങ്ങനെ പലരും പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ റഹ്മാനെ റബ്ബെ അവരൊക്കെ ഉദ്ദേശങ്ങൾ അറിയുന്ന റഹ്മാനെ റബ്ബെ നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ബലാകളൊക്കെ തട്ടിമാറ്റി സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാഹ്. സന്തോഷം പ്രദാനം ചെയ്യണേ റഹ്മാനെ.
നാളെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഈ തൗഫീഖ് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ റബ്ബെ നിൻ്റെ ലിഖാ കാണാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഈ മഹത്തായ വെള്ളിയാഴ്ച ദിവസം റഹ്മാനെ റബ്ബെ വെള്ളിയാഴ്ചയിലേക്ക് കടക്കുകയാണ് റഹ്മാനെ റബ്ബെ. ഈ ദിവസത്തിൻ്റെ ഈ രാവിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ ഞങ്ങളെല്ലാ കാര്യവും നീ ഏറ്റെടുത്ത് നീ സലാമത്തിലാക്കണേ അല്ലാഹ്, നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. റബ്ബന അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. താഴെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടാതെ ലഭിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെട്ട ഏതെങ്കിലും ലഭിക്കാനൊക്കെ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്.